നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ ഒടുവില് പക്ഷേ ശ്രീകാന്തിനെയും കൂടെ സമ്മതിപ്പിക്കുന്നുണ്ട് രേവതി സച്ചി. എടാ, നമ്മള് വീട് കാണാൻ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ശ്രുതിയും പറയും നമുക്ക് അസൂയ ഉണ്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒടുവിൽ അവര് പോകാന്നൊക്കെ സംഭവിച്ചു. അതറിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്കും ഭയങ്കര സന്തോഷമാണ്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, കാര്യമൊക്കെ ഓക്കെ, പക്ഷേങ്കില് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണോ, ഒന്നുകൂടെ ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോരേന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, എന്റെ രവിയേട്ടാ, നല്ലൊരു കാര്യം ചെയ്യാൻ വരുമ്പോ ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നേ, അപ്പൊ അതിനെ പിന്താങ്ങുന്നതിന് പകരം അല്ലേലും അതങ്ങനെയാണല്ലോ, മുടക്കം പറയാനായിട്ടാണെങ്കിൽ രവിയേട്ടനെ കഴിഞ്ഞിട്ടുള്ളൂ. രവീന്ദ്രൻ പറഞ്ഞു, അതല്ല ചന്ദ്രേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും അറിയത്തില്ലാതെ പെട്ടെന്ന് 1-2 രൂപയുടെ അല്ല, 3 കോടി രൂപയുടെ ഡീലാ ഉറപ്പിക്കാൻ പോന്നേ. അപ്പൊ അതിനു മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ ഇനി കൂടുതലായിട്ടൊന്നും ആലോചിക്കാനല്ല. എന്റെ മോന് നല്ല കാലം വരൂ അല്ലെങ്കിലും ജോഡിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വലിയ കോടീശ്വരനാവാൻ പോവല്ലേ. എങ്കിൽ പിന്നെ ഞാനൊന്നും പറയണില്ല, നീ ഒരു കാര്യം ചെയ്യാം, സീഡ്സ് എടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞു. അതെന്തിനാ സീഡ്സ്? അല്ല, നല്ലൊരു കാര്യം ചെയ്യാൻ പോവല്ലേ ശ്രുതി, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചിൻ രേവതിയും കൂടെ ചിരിച്ചു. എന്താണ് നിങ്ങൾ ചിരിക്കണമെന്ന് ചോദിച്ചു. അല്ല, സാധാരണഗതിയിൽ ഇവിടെ എന്തേലും നല്ലത് നടക്കുമ്പോൾ സീഡ്സ് കൊണ്ടേ കൊടുത്ത അമ്മയ്ക്ക് അതും കൂടി പിടിക്കത്തില്ലല്ലോ. രേവതിക്ക് നല്ല കാലം വന്നു കഴിഞ്ഞറിഞ്ഞപ്പോ രേവതി സീഡ്സ് കൊടുത്തു കഴിഞ്ഞപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ അതുപോലെയാണോ അത്? എടാ, 100-200 രൂപ കൈ കിട്ടപ്പോ സീഡ്സ് കൊണ്ടേ കൊടുക്കുന്ന പോലെ ഒന്നും അല്ല. എടാ, ഇത് കോടികളുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നേ, നിനക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് താഴ്ത്തി കിട്ടുക. സച്ചി അന്ന് മൈൻഡാക്കിയില്ല. കുറെ ഇത് കണ്ടിട്ടുള്ള കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നിവരില്ല. അതുകൊണ്ട് പിന്നെ അമ്മയോട് വായിട്ടരച്ചിട്ടും കാര്യമില്ല. എന്നാലും കിട്ടുന്ന അവസരമൊന്നും സച്ചി പാഴാക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ രേവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ദേവുവിനെ ലക്ഷ്മിയമ്മയെ കാണുന്നുണ്ട്. അപ്പോഴേക്ക് ശരത്തും കൂടെ അങ്ങോട്ട് വന്നു. രേവതി കുറച്ച് പൈസ എടുത്ത് ലക്ഷ്മിയമ്മയിലേക്ക് കൊടുക്കുക. ഇതെന്തിനാ മോളെ ഇത്? അമ്മേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഓഡിറ്റോറിയത്തിന്റെ കാര്യമൊക്കെ, അപ്പം മണ്ഡപം ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഞാനാണ്. അപ്പൊ അതിന് കുറച്ച് പൈസ കിട്ടി. അപ്പൊ അമ്മയ്ക്ക് തരണമെന്ന് കരുതിയിരുന്ന, ഇന്നലെ കൊണ്ടേ തരണമെന്ന് ഓർത്തിരുന്ന. അതെങ്ങനെയാ? ഇന്നലെ സച്ചേട്ടൻ ദേഷ്യപ്പെട്ടു പോയില്ലേന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ടു പോയിട്ടോ? എന്താവാനാ, രാത്രിയിലെ വന്നേ, എന്നോടുള്ള ദേഷ്യത്തിനെ പോയെന്നുള്ള കാര്യം പിന്നെയല്ലേ മനസ്സിലായത്. ഈഗോ വർക്കൗട്ട് ആയതാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരത്ത് ചോദിച്ചു, ഈഗോയോ? അതെ, ഒന്നും പറയണ്ട, സച്ചേട്ടനേക്കാളും കൂടുതൽ പൈസ ഞാൻ ഉണ്ടാക്കുന്നു എന്നൊരു ചിന്ത സച്ചേട്ടന് മനസ്സിലുണ്ടായി. പോരാത്തേന് അമ്മ കളിയാക്കുകയും കൂടെ ചെയ്തു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ സച്ചേട്ടന് ഭയങ്കര ടെൻഷനായി. അങ്ങനെ സച്ചേട്ടൻ വീട് വിട്ടു പോയതാ. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ മോളെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് രാത്രിയിലോ ഞാൻ ഉണ്ടാക്കിയേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, എൻ്റെ തന്നെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു, ഈ ആണുങ്ങളല്ല എങ്ങനെയല്ലേ, പണ്ട് നിന്റെ അച്ഛനും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം എന്തോ ഇങ്ങനെ പറഞ്ഞു, പൂകെട്ടിയാൻ കൂടുതൽ പണം സമ്പാദിക്കുന്നുണ്ടെന്ന്. ഓ, അന്ന് എന്റെ പൊന്നെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നെന്ന് പറഞ്ഞു. വീട് വിട്ട് പോയില്ല, അത് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോ ദേവു ശരത്തും ഒക്കെ ചിരിക്കുവാണ്. അപ്പോഴാണ് ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്ന ക്ഷേത്രത്തിലേക്ക്. അപ്പൊ ദേവി ക്ഷേത്രത്തിൽ വെച്ച് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാന്നായിരുന്നു വിശ്വനാഥനോടും ഭാര്യയോടും പറഞ്ഞേ. അപ്പൊ അവർ അതിനു വേണ്ടി അങ്ങോട്ടേക്ക് വന്നതാ. അങ്ങനെ വന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു, ദേ മോളെ തെങ്ങ് നോക്കി, അത് ആരാ വന്നേന്ന് നോക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ലക്ഷ്മി അമ്മ രേവതിയും കൂടെ അവരുടെ അടുത്തേക്ക് വന്നു. ആ സമയം രേവതി ചോദിച്ചു, ഇതെന്താ ശ്രുതി പതിവില്ലാതെ ക്ഷേത്രത്തിലേക്ക്? അതെ, ഇന്നാണ് അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കണ്ടേ, രാവിലെ പറഞ്ഞു ഓർക്കണില്ലെന്ന് ചോദിച്ചു. ഓ, ഞാനതും കൂടെ മറന്നുപോയെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടി പോലെ, അപ്പം ദേവിയുടെ മുന്നിൽ ഒരർച്ചനയൊക്കെ അർപ്പിച്ചിട്ട് നടത്തിയാൽ മതി, ഞാനിവിടെ വരാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, ദേവിക്ക് അർച്ചന നടത്താനായിട്ടേ എനിക്ക് രേവതിയുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. രേവതിക്ക് ഭയങ്കര സങ്കടം എങ്ങനെ പറഞ്ഞു കേട്ടപ്പോ. എന്നാലും രേവതി അത്ര കാര്യമായിട്ട് എടുക്കാൻ പോയില്ല, അവരുടെ സ്വഭാവമല്ലേ, നന്നായിട്ട് അറിയാവുന്നതല്ലേ. അങ്ങനെ ശ്രുതിയെ വിളിച്ചോണ്ട് ശ്രുതി അവിടേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും രശ്മിയമ്മ പറഞ്ഞു, എന്താടി ഇങ്ങനെ, ഒന്നും അല്ലെങ്കിലും നമ്മളൊക്കെ ഒരു കുടുംബക്കാരല്ലേ. എന്റെ അമ്മേ, അത് അവർക്കൂടെ ഒന്ന് തോന്നണ്ടേ, അവരുടെ സ്വഭാവം അറിയാലോ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. വലിയ അഹങ്കാരം കാണിച്ച് ശ്രുതി അങ്ങോട്ട് പോയതാ. കാർ ഒറ്റ തട്ട് തട്ടി. അവിടെ വെള്ളം നിറച്ച ഒരു കുടം വെച്ചിട്ടുണ്ടായിരുന്നു, അതിനിടെ തട്ടി ആ കുടം കൂടെ മറിഞ്ഞ് അങ്ങോട്ട് വീഴുവാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്തേലും പറ്റിയോ ശ്രുതി എന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. ആ സമയം അവിടുത്തെ ശാന്തി ഓടി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടേ വെക്കണേന്ന് ചോദിച്ചു. അയ്യോ സോറി, അതെടുത്ത് മാറ്റി വെക്കാൻ മറന്നു പോയതാന്ന് പറഞ്ഞു. എന്റെ ഭാര്യയുടെ കാലിപ്പോ പോയാനെന്നൊക്കെ പറഞ്ഞു. ഇത് ലക്ഷ്മിയമ്മ ദേവു ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മ രേവതിയോട് പറഞ്ഞു, മോളെ ശകുനമാണല്ലോ എന്ന് പറഞ്ഞു. ശകുനോ? അതെ,
ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തട്ടുന്നത് സംഭവിക്കുന്നത് ശരിയാന്ന് തോന്നില്ല. രേവതിക്ക് അത് കേട്ടിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. രേവതിക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. രേവതി പെട്ടെന്ന് പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി അവരോട് സംസാരിക്കാം. എങ്കില് ഇന്ന് പണം കൊടുക്കണ്ടെന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, അത് ശരിയാകത്തില്ല. നീ പോയി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിചാരിക്കും അസൂയ കൊണ്ടായിരിക്കുമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യുക, വിഘ്നങ്ങളൊക്കെ മാറാനായിട്ട് ഭഗവാൻ ഒരു തേങ്ങ ഉടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാന്നൊക്കെ രേവതി പറഞ്ഞു. അങ്ങനെ അവസാനം ഭഗവാൻ അർച്ചനയൊക്കെ സമർപ്പിച്ചതിന് ശേഷം ശ്രുതിയും കൂടെ വിശ്വനാഥന്റെ ഭാര്യയുടെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പൊ അവര് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ അല്ലേ, സമയമൊന്നും തെറ്റിയിട്ടൊന്നുമില്ലേ, കൃത്യസമയത്ത് തന്നെ വന്നേ. പിന്നീട് അങ്ങനെ പണം കൈമാറാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും വിശ്വനാഥൻ പറഞ്ഞു, അതെ ഇതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കി എമൗണ്ടും കൂടെ തരുമ്പോൾ തരാട്ടോ എന്ന് പറഞ്ഞു. അത് സാറില്ല സാറ്, അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപ തന്നതിന്റെ അതിന്റെ ഇപ്പൊ തന്നെ സൈൻ ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ സൈനൊക്കെ ഇട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി അതങ്ങോട്ട് കൊടുക്കുവാണ്. അതൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ശ്രുതിക്ക്. ഈ സമയം രേവതി വന്നിട്ട് ശ്രുതിനെ വിളിച്ചു. ശ്രുതി ഒരു മിനിറ്റെന്ന് പറഞ്ഞു. ശ്രുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു, അല്ല ഇന്ന് തന്നെ പണം കൈമാറണമെന്ന് ചോദിച്ചു. അതെന്താ രേവതി? അല്ല എന്തോ ശകന് ശരിയല്ല എന്നാ തോന്നേ. പണം കൊടുക്കുന്നതിന് മുമ്പ് ശ്രുതിയുടെ കാലൊക്കെ ഇടിച്ചില്ലേ, ഹോ അതാണോ കാര്യം? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എനിക്കും തോന്നി എന്ന് പറഞ്ഞു. കാരണം ശ്രുതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോന്ന്. ഇത് കേട്ടിച്ചപ്പോൾ വിശ്വനാഥനും ഭാര്യയ്ക്കും തോന്നി പണം കിട്ടത്തില്ലല്ലോ, ഒരു ടെൻഷൻ ഉണ്ടായി. പെട്ടെന്ന് ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. എൻ്റെ അനുജന്റെ ഭാര്യയാന്ന് പറഞ്ഞു. വെറുതെ അല്ല, ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കണ്ണിക്കടി ഉണ്ടാകുന്ന സ്വാഭാവിക. ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും ഒരു നല്ല കാലം ഉണ്ടായിട്ടുണ്ടെങ്കിലേ അവർക്ക് സഹിക്കില്ല. ഇപ്പൊ ഇത്രയും വലിയൊരു വീട് മേടിക്കാൻ പോലെ, അതുകൊണ്ടാണ് ഇങ്ങനെ ശകുനമാന്നൊക്കെ പറയണേ. അല്ല ശ്രുതിക്ക് അതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചു. എനിക്ക് വിശ്വാസമുണ്ട് സാറേ. ശ്രുതി ഇന്ന് ഞങ്ങൾ ശകുനമൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു ദിവസം തന്നെയാണ്. ശ്രുതിക്ക് ബുദ്ധിമുട്ടുണ്ടേ വേണ്ട, അല്ലെങ്കിൽ 50 ലക്ഷം കൂടുതൽ വന്നിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഒരാൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങള് അയാളുമായിട്ട് ഡീൽ ഉറപ്പിച്ചോളാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിയോട് പറഞ്ഞു, എന്റെ ശ്രുതി ഇതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, പണം എത്രയും എടുത്ത് കൊടുക്കാൻ നോക്ക്. രേവതിയോട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇതിനകത്ത് ഇടപെടണ്ടെന്ന് രേവതിയോട് പറഞ്ഞു. രേവതിക്ക് വിഷമായി. പിന്നീട് ശ്രുതി ഇങ്ങനെ പണം കൈമാറുവാണ്. ഭയങ്കര സന്തോഷമായി അവർക്ക്. ആ സമയം രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ലക്ഷ്മി പറഞ്ഞു, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എന്നാലും ഇതുപോലത്തെ സാധനങ്ങളുണ്ടോ, ഒരു നല്ലത് പറഞ്ഞു കൊടുത്താലും തലയിലേക്ക് കയറത്തില്ല. രേവതി പറഞ്ഞു, പോട്ടെ അമ്മേ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. മോളെ നീ ഇത് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു, അവരുടെ സ്വഭാവം അറിയെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ നിന്ന് ഒരു കാരണവശാലും പറയണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. രേവതി പിന്നെ അത് കാര്യമായിട്ട് എടുക്കാനും പോയില്ല. അതേ സമയത്ത് രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. അപ്പൊ ഇതിനു മുമ്പ് രേവതി ഒരു മണ്ഡപത്തിൽ പോയി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്റെ മാനേജറാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കല്യാണ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അവിടെയല്ല, വേറൊരു മണ്ഡപത്തിലാന്ന് പറഞ്ഞു. കാരണം മുമ്പ് ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ അന്ന് വന്നൊരു പാർട്ടിയാണ് എന്നെ വിളിച്ചത്, അവർക്ക് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. രേവതിയോട് പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയണം, അങ്ങോട്ടേക്ക് ചെന്നേക്കാൻ പറഞ്ഞു. രേവതിയോട് ശരി സാർ, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രേവതി ആ മണ്ഡപത്തിലേക്ക് എല്ലുവാണ്. മണ്ഡപത്തിലേക്ക് ഇനിയിപ്പോൾ രണ്ടുപേരും ഒരു ഭാര്യയും ഭർത്താവും നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങളാണോ ആ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അതെ ഞങ്ങളാണ് ഫോൺ വിളിച്ചത്, മനസ്സിലായോ? വരാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുവാണ് അവരോട്. ഈ സമയത്ത് അവർ പറഞ്ഞു, അതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഒരു ഫംഗ്ഷൻ ചെയ്തായിരുന്നല്ലോ, ഡെക്കറേറ്റ് ചെയ്തായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എൻ്റെ മോളുടെ കല്യാണത്തിന് നിങ്ങളെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ആ സമയത്താണ് ഹേമ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു മാനേജർ വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, നിങ്ങൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഞങ്ങളുടെ മോളുടെ കല്യാണം ആരെ വിളിച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, പണം മുടക്കുന്നത് ഞങ്ങളല്ലേന്ന് ചോദിച്ചു. ഇല്ല എന്നാലും സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളുള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഒരാൾ വിളിക്കേണ്ട കാര്യമുണ്ടോ, അവർ ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല, എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്യുന്നത്, അതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ഹേമ അങ്ങോട്ടേക്ക് വരുന്നത്. ഹേമ വന്നിട്ട് പറഞ്ഞു, അല്ല എന്താ പ്രശ്നം, എന്താ, ഞാനാണ് ഇവിടെ സ്ഥിരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹേമ രേവതിയെ നോക്കുന്നുണ്ട്. രേവതി ഹേമയെ നോക്കി. അപ്പോഴേക്കും അവർ പറഞ്ഞു, അതെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ആളെ വിളിച്ചതെന്ന് പറഞ്ഞു. ഓ അതെങ്ങനെ ശരിയാവും, ഞാൻ നല്ല രീതിയിൽ തന്നെയുള്ളൂ ഡെക്കറേറ്റ് ചെയ്യുന്നത്, പക്ഷെ എപ്പോഴും ഒരേ ശൈലി തന്നെയല്ലേ, ഞങ്ങൾക്ക് അതിനോട് ഒരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങളുടെ പൈസയാണ്, അപ്പം ഞങ്ങളുടെ മോൾക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
അപ്പോഴേക്കും ഹേമ പറഞ്ഞു ശരി ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഏ, ഇപ്പം ഞാനല്ലേ സ്ഥിരം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആ, ഞാനും ഒരു കൊട്ടേഷൻ തരാം, ഇവളൊരു കൊട്ടേഷൻ തരട്ടെ. അപ്പം നിങ്ങളുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ പറ, എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പം ആ രീതിക്ക് രണ്ടുപേരും ഓരോ കൊട്ടേഷൻ തരാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതിക്ക് സമ്മതമായിരുന്നു. രേവതി പറഞ്ഞു എങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് രേവതി ഒരു ബുക്കും പേനയൊക്കെ എടുത്തു. അവരെ കാര്യങ്ങളൊക്കെ പറയണം, എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ. അതൊക്കെ രേവതി കുറിച്ച് വെച്ചു. അപ്പം അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. എത്ര രൂപ ചിലവാകും അതെല്ലാം കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എഴുതണം. അപ്പം അതിനുവേണ്ടി രേവതി പോയി കണക്ക് കൂട്ടുവാണ്. ഈ സമയത്ത് ഹേമയുടെ അടുത്തേക്ക് ഹേമയുടെ സ്റ്റാഫ് വന്നു. അതും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പത്രം കൊണ്ടേ കൊടുത്തു. ഹേമ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം രേവതി പൂക്കടക്കാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കണം. ഇത്ര പൂ എടുക്കുന്നതിന്, ഇത്ര മുഴം പൂ എടുക്കുന്നതിന് എത്ര രൂപയാവും? കാരണം കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് വേണമല്ലോ. ഇത്ര രൂപയാകും എല്ലാ കാര്യങ്ങളും. ഒടുവിൽ രേവതി അവരുടെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ഹേമയുടെ അടുത്ത് നിന്ന് സ്റ്റാഫ് ചോദിച്ചു, അല്ല മാഡം, മാഡം എന്താ കൊട്ടേഷനാന്ന് പറഞ്ഞു ഒന്നും എഴുതിയിട്ടില്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ എഴുതിക്കോളാം കറക്റ്റ് സമയമാകുമ്പോൾ, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല മാഡം, ആ പെണ്ണ് എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. അവള് കുത്തിക്കുറിക്കട്ടാ, ആ കാര്യം ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് രേവതി കൊട്ടേഷൻ കൊടുത്തത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, ഇതെന്താ 1,20,000 രൂപ? ഞങ്ങളുടെ കയ്യിൽ 80,000 രൂപയുടെ ബഡ്ജറ്റേ ഉള്ളൂ. ഇത്ര തുകയാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, പൂവിനൊക്കെ നല്ല വിലയാകും ഇപ്പം, സീസൺ ടൈമും കൂടെ അല്ലല്ലോ, അതുകൊണ്ട് നല്ല വിലയാകും എന്ന് പറഞ്ഞു. എന്നാലും ഇത്രയും വലിയ എമൗണ്ടിന് അത് ശരിയാകാൻ തോന്നില്ല. ഇത്ര എമൗണ്ടിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? രേവതി പറഞ്ഞു, ഇപ്പം തന്നെ ഞാൻ ഒത്തിരി താഴ്ത്തിയത്. കാരണം എൻ്റെ പൈസയും കാര്യങ്ങളും ഞാൻ അതിനകത്ത് കൂട്ടിയിട്ട് പോലും ഇല്ല. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ അതൊന്നും ഇല്ലാതെയാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി താഴ്ത്തിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്കിനി നഷ്ടം വരും, എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് പറഞ്ഞു. ഞാനെല്ലാം കൃത്യമായിട്ട് വിളിച്ചു ചോദിച്ചിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അത് പിന്നെ. അപ്പോഴേക്ക് ഹേമ അങ്ങോട്ടേക്ക് വന്നു. ഹേമ ഒന്നൊരു പേപ്പറും കൂടെ കൊടുത്തു. അത് വായിച്ചു നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. രേവതി കൊടുക്കുന്നതിൻ്റെ പകുതി പൈസയ്ക്ക് അവരത് ചെയ്തു കൊടുക്കുന്നു. ഇത് വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി അന്താളിപ്പോട് കൂടി ഹേമയെ നോക്കുകയാണ്. രേവതിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണ് ഈ വരുന്നതെന്ന്, ഇവർ കാണിച്ചു കൂട്ടുന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.